അപ്പൊ ബന്ധിത്തൈ നടണ്ടോരൊക്കെ ഇപ്പൊ തന്നെ ബന്ധിത്തൈ നട്ടു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ നമുക്ക് ഓണത്തിന് പൂ കിട്ടൂല. നമ്മ ഇതേപോലെ എല്ലാവരും കൊണ്ട് ഇങ്ങനെ നടും, ഇത് കോല് പോലെ പോകും, പോയിട്ട് മറിഞ്ഞൊക്കെ വീണിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഒരു വിളവ് കിട്ടൂലട്ടാ. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. അപ്പൊ ഓണത്തിന് പൂ വിളവെടുക്കാനുള്ള ബന്ധിത്തൈകളാണിത്. അപ്പൊ ബന്ധിന ചെണ്ടുമല്ലി എന്നുള്ള പേരുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും പല പേരുകളിലൊക്കെയാണ് അറിയപ്പെടണത്. അപ്പൊ നമ്മിപ്പോ ഓണത്തിന് പൂ വിളവെടുക്കണമെങ്കിൽ നമ്മ ഈ ടൈമിൽ തന്നെ ഇപ്പൊ ഒരു ജൂൺ 15, 16 ഈ ആഴ്ച തന്നെ ഒരു 20-ാം തീയതിക്ക് മുമ്പ് നമ്മ തൈ നട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓണത്തിന് പൂ വിളവെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മ മണ്ണിൽ നടാറുണ്ട്, ചെടിച്ചട്ടിയിൽ നടാറുണ്ട്. ഈ തവണ ഞാൻ ഡ്രമ്മുകളിലാണ് ബന്ധിത്തൈ നടണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കണ്ടില്ലേ, നിറച്ച് മഴ പെയ്ത് കഴിഞ്ഞാല് വെള്ളക്കെട്ടൊക്കെയാണ്. അപ്പൊ ആ വെള്ളത്തിൽ കുറെ തൈകൾ നശിച്ചു പോവും. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബന്ധിത്തൈകളൊക്കെ കുറെയൊക്കെ ഒച്ചു തിന്ന് നശിപ്പിച്ചു. അപ്പൊ ഞാൻ ഈ തവണ ഡ്രമ്മില് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മ ഈ ബന്ധിത്തൈകൾ നടണമെന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണോട്ടെ നമ്മ ബന്ധി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമുക്കൊരു 1.5 മാസം കഴിയുമ്പോ തന്നെ പൂ വിളവെടുത്ത് തുടങ്ങുകയും ചെയ്യാം. കറക്റ്റ് നമ്മിപ്പോ നട്ട് കഴിഞ്ഞാല് ഓണത്തിന് നമുക്ക് ഇഷ്ടം പോലെ പൂ പറിക്കാം. അപ്പൊ നമ്മ ഡ്രമ്മിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കണ്ട പല വലിപ്പത്തിലുള്ള ഡ്രമ്മുകളൊക്കെയാണ് ഇട്ടാ. അപ്പൊ നമ്മ അടിയില് തേങ്ങ പൊതിച്ച മടൽ ഇട്ടിട്ടുണ്ട് ഒരു ഭാഗത്തോളം. എന്നുവെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ മണ്ണ് ഒരുപാട് വേണ്ടി വരുമല്ലോ. ചാണകപ്പൊടി, മണ്ണും അതേപോലെ കുമ്മായം ഇടണോട്ടാ. നമ്മൾ 2 ആഴ്ച മുമ്പ് കുമ്മായമൊക്കെ ഇട്ട് ശരിയാക്കി നിർത്തിയിട്ട് വേണം നമുക്ക് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മ ഇതൊക്കെ മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നേരെ ബന്ധിത്തൈ നട്ടുകൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് പൂവിടാനൊക്കെ ഉള്ള ഒരു 2 ആഴ്ച കഴിയുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ തലപ്പൊക്കെ നുള്ളിക്കളയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൂവിടാനുള്ള വളങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പൊ അതൊക്കെ നമ്മ വീഡിയോ ഇട്ട് ചെയ്യാം. ഇപ്പൊ നമുക്കിപ്പോ ഇതില് ഞാൻ പറഞ്ഞല്ലോ കുമ്മായം ഇട്ട് നിർത്തിയിട്ട് നമ്മ എല്ലുപൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നിർത്തിയേക്കണ മണ്ണാണ്. ഇനി നമുക്ക് നേരെ നട്ടു കൊടുക്കാം. അപ്പൊ എങ്ങനെയാ നടണ്ടേന്ന് നമുക്ക് നോക്കാം. അപ്പൊ 2 കളറിലുള്ള ബന്ധിത്തൈകളാണ്, ഓറഞ്ച് പൂവുള്ളതും മഞ്ഞ പൂവുള്ളതും ആയ തൈകളാണ് ഇപ്പൊ നമ്മ നടാൻ പോണത്. അപ്പൊ നമുക്ക് ബന്ധിയുടെ വിത്താണ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെയ് 15 കഴിയുമ്പോ തന്നെ നമുക്ക് വിത്തിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ജൂൺ 15 കഴിയുമ്പോ നമുക്ക് ബന്ധിത്തൈ നടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മ ആ സമയത്ത് വിത്ത് പാകി മുളപ്പിച്ചോളണം. പിന്നെ നമുക്ക് ഇന്ന് ബന്ധിയുടെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. തൈയാണ് നടണ്ടവർക്ക് ആ ടൈമിൽ തൈ മേടിച്ച് നടാം. നമ്മ വളരെ നേരത്തെ നടാൻ പാടില്ല. അപ്പൊ ഓണത്തിന് മുമ്പേ പൂ കിട്ടിയിട്ട് കാര്യമില്ല, ഓണത്തിന് മുമ്പ് തുടങ്ങി. അപ്പൊ നമുക്ക് ആ ഓണത്തിന് കറക്റ്റ് ടൈമിൽ പൂ കിട്ടണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാ നടണ്ടേന്ന് നോക്കാം. ഇതിപ്പോ ഓറഞ്ച് കളറിലുള്ള ബന്ധിയുടെ തൈകളാണ്. ഇപ്പൊ നമ്മ ഇതേപോലെ പാകി മുളപ്പിക്കുമ്പോ കണ്ട നമുക്ക് ഇതേപോലെ ഇപ്പൊ ബന്ധിയുടെ വേര് പൊട്ടിന്നൊന്നും വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബന്ധിത്തൈ പിടിച്ചോളും. വേരുണ്ടായാലും നമുക്ക് കമ്പ് മുറിച്ച് നടണതൊക്കെയാണ് ബന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് ഇതേപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് നട്ടുകൊടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിവിടെ ബന്ധിത്തൈ നടണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇതേപോലെ ചരിച്ച് വെച്ചിട്ടാണ് കണ്ട, ചരിച്ച് വെച്ചിട്ടാണ് ബന്ധി നട്ടുകൊടുക്കണ കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നല്ല ഗ്രോത്തിൽ തന്നെ, എന്നിട്ട് നമ്മ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ഗ്രോത്തില് തൈ വളർന്നു വരും. അതേപോലെ നമ്മിപ്പോ ഈ ഡ്രമ്മിലൊക്കെ ഒരു 2 തൈ വെച്ചാ നടണത്. രണ്ടും നമ്മ ഈ ഓറഞ്ചിന്റെ തൈ തന്നെ നടണ കണ്ട. ഇതേപോലെ നന്നായിട്ട് ഇത് കണ്ട നല്ല ഗ്രോത്തില് വളർന്നു വരും. ഇതേപോലെ വേണോട്ടെ നമ്മ ബന്ധിത്തൈ നടാനായിട്ട്. അപ്പൊ നമുക്കിപ്പോ ഈ ലെയർ മൊത്തം ഓറഞ്ച് അങ്ങനെ ഇതല്ലോ നമ്മ അങ്ങനെ ആക്കിയാ നടണത്. ഒരേ ലെയറും മഞ്ഞയും ഓറഞ്ചും ആയിട്ട് മിക്സ് ചെയ്തിട്ടാ നടാൻ പോണത്. അപ്പൊ നമ്മ ഈ റോയില് നമ്മ ഓറഞ്ചാ നട്ടേക്കണത്. ഇനി നമുക്ക് മഞ്ഞയുടെ തൈകൾ നട്ടുകൊടുക്കാട്ട. ഇത് മഞ്ഞയുടെ തൈകളാണ്. അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെ നമുക്ക് തൈ എടുക്കാം. ഇതേപോലെ ചരിച്ചേട്ടാ കണ്ട, ചരിച്ച് വെച്ചെടുത്താ മതി. നമ്മ ഇതേപോലെ എല്ലാവരും കൊണ്ട് ഇങ്ങനെ നടും, ഇത് കോല് പോലെ പോകും, പോയിട്ട് മറിഞ്ഞൊക്കെ വീണിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഒരു വിളവ് കിട്ടൂലട്ടാ. അപ്പൊ നിങ്ങൾ ബന്ധിത്തൈ നടുമ്പോഴും ശ്രദ്ധിക്കണം. ചിലര് ഇത് ഇത്രയും ഭാഗം മാത്രം നട്ടിട്ട് ഇങ്ങനെ നട്ടുവെക്കും. ഇതിങ്ങനെ നട്ട് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ നട്ട് വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കണ്ട ബന്ധിത്തൈ മഴ വരുമ്പോഴൊക്കെ ചാഞ്ഞു പോകും. നമ്മ ഉദ്ദേശിച്ച
ഗ്രോത്ത് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തൈ ഇതേപോലെ നടണം എന്ന് പറഞ്ഞത്. നമ്മ ഇതേപോലെ ചരിച്ചു വെക്കാം. അപ്പൊ അതിലൊക്കെ വേര് ഓടും. അപ്പൊ ചെടിക്ക് ഭയങ്കര ഗ്രോത്ത് ആയിരിക്കുള്ളൂ. നമ്മ ഇപ്പൊ ചരിച്ചു വെക്കുമ്പോ എല്ലാത്തിൽ കൂടെ വേര് ഇറങ്ങും. ചെടി നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യും. അപ്പൊ നമുക്ക് ബന്ധിത്തൈകൾക്കൊന്ന് നനച്ചു കൊടുക്കാം. നട്ടതിനൊക്കെ മഴയുണ്ട് എങ്കിൽ കൂടി നമ്മൾ തൈ നട്ടതിനാലൊന്ന് നനക്കണമല്ലോ. അപ്പൊ നമുക്ക് പൂപ്പാളി വെച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഡ്രമ്മൊക്കെ നല്ല നനവിൽ ഇരിക്കണേണ്. അപ്പൊ അധികം വെള്ളം ഒഴിച്ച് ചെടി ചീനൊന്നും പോകണ്ടല്ലോ, മഴ കിട്ടുകയും ചെയ്യും. ഇനി ഒരുപാട് നടാനുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ നമ്മിപ്പോ ബന്ധിത്തൈ നടും. പിന്നെ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 ആഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ തലപ്പൊക്കെ നുള്ളി കളഞ്ഞിട്ട് നല്ല ശിഖരങ്ങളൊക്കെ ആയി വരും. അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പൊ ബന്ധിത്തൈ നടണ്ടോരൊക്കെ ഇപ്പൊ തന്നെ ബന്ധിത്തൈ നട്ടു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ നമുക്ക് ഓണത്തിന് പൂ കിട്ടൂല. പിന്നെ നമുക്ക് ഇപ്പൊ കുറെയൊക്കെ കൃഷി ചെയ്യണവർക്കാണെങ്കിൽ പൂക്കടയിലൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കെങ്കിലും നമുക്ക് നല്ല വില കൊടുത്ത് പൂ മേടിക്കേണ്ടി വരും. നമ്മുടെ വീട്ടില് ഒരു 10 തൈയെങ്കിലും നട്ടുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പൂ കിട്ടുകയും ചെയ്യും. പിന്നെ അയൽവക്കങ്ങളിലൊക്കെ കൊടുക്കാനുള്ള പൂ കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് തന്നെ ബന്ധിത്തൈ നട്ടോ. ബന്ധിത്തൈ നടാനായിട്ട് ഡ്രമ്മ് തന്നെ വേണമെന്നില്ല. നമുക്ക് ചെടിച്ചട്ടികളിൽ നടാം, ഗ്രോ ബാഗിൽ നടാം, ടെറസിൽ നടാം. നല്ല സൂര്യപ്രകാശം, ഇവിടെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നമ്മൾ നട്ടേക്കണത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. പിന്നെ വലിയ നമ്മുടെ ജൈവവളം ഏത് വളം വേണമെങ്കിലും, ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടോ കോഴിവളം ഏത് വളം വേണമെങ്കിലും നമുക്ക് ബന്ധിത്തൈകൾക്ക് അടിവളം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത് പൂവിടാനായിട്ട്. അത് നമുക്ക് ഒരു 2 ആഴ്ചക്ക് ശേഷം പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് പൊട്ടാഷൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അത് നമ്മൾ പൂക്കൾക്കാണല്ലോ ഇടണത്. അത് നമുക്ക് തടത്തില് വെള്ളത്തിൽ കലയ്ക്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വീതമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊട്ടക്കണക്കിന് പൂ നമുക്ക് വിളവെടുക്കാം. അപ്പൊ എല്ലാവരും ബന്ധിയൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.